സ്റ്റാറ്റിക് ഫ്രിക്ഷനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ബോഡി ഒരു പ്രതലത്തിൻ്റെ മുകളിൽ, ഒരു ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നു. സോ ബോഡിയുടെ വെയിറ്റ് താഴേക്ക് mg ആക്ട് ചെയ്യുന്നു. ആ ടേബിൾ തിരിച്ച് ആ ബോഡിയെ താങ്ങി നിർത്താനായി ഒരു ബലം മുകളിലേക്ക് കൊടുക്കുന്നു. ആ ബലത്തെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. n എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ mgയും nഉം ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ഈ വസ്തുവിനെ ഈ ടേബിളിന് മുകളിലൂടെ തള്ളി നീക്കാനായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ വസ്തുവിനെ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രിക്ഷൻ അതിനെ എതിർക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഈ ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. വസ്തു നീങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഈ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി വരും. പക്ഷേ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പരിധിയുണ്ട്. ആ പരിധിയിൽ കൂടുതൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സെങ്കിൽ വസ്തു നീങ്ങാൻ തുടങ്ങും. സോ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ആ മാക്സിമം വാല്യൂവിനെ നമുക്ക് Fs മാക്സ് എന്ന് എഴുതാം. ഇതിനെ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നൊക്കെ വിളിക്കാം. ഈ Fs മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്ന് എക്സ്പെരിമെൻ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ നിയമം. Fs മാക്സ് പ്രൊപ്പോർഷണൽ ടു n. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു ഇക്വേഷൻ രൂപത്തിൽ ഇത് എഴുതാം. അപ്പോൾ ഇത് Fs മാക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു n. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ μs എന്നാണ് എഴുതുന്നത്. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുക കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. സോ നമ്മുടെ ലോ Fs മാക്സ് ഇസ് ഈക്വൽ ടു μs n. ഇപ്പോൾ നമ്മൾ എഴുതിയത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. എല്ലായ്പ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കില്ല. അതുകൊണ്ട് ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs n. അത് മാക്സിമം ആകുമ്പോൾ അത് μs n ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച് പറയാം. അത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഫോഴ്സാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് ഫ്രിക്ഷൻ എതിർത്ത് വരുന്നത്. പിന്നെ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഈ വസ്തുവും ടേബിളിനിടയ്ക്കുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസ്. ആ സർഫസുകളുടെ സ്വഭാവം, സർഫസിൻ്റെ മിനുസത്തെ ആശ്രയിച്ചാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ ഇരിക്കുന്ന വസ്തുവിനെ പരിഗണിക്കാം. സോ ഇവിടെ ഈ വസ്തു ഇരിക്കുമ്പോൾ ഈ വസ്തുവിൻ്റെ വെയിറ്റ് mg നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഈ പ്രതലം നൽകുന്ന നോർമൽ റിയാക്ഷൻ ഈ ഡയറക്ഷനിലാണ്. ഈ പ്രതലത്തിന് നോർമലാണ്. തീർച്ചയായിട്ടും ഇവിടെ എന്നും mgയും ബാലൻസ് ചെയ്യുന്നില്ല. നമ്മൾ mg എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ, നമ്മൾ ഏതൊരു വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ mg എന്നുള്ള ഈ വെക്ടറിനെ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കുന്നു. ഒന്ന് ഈ തീറ്റയോട് ചേർന്നുള്ള കമ്പോണൻ്റ്, തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണിത്. അഡ്ജസൻറ്റ് സൈഡിലെ കമ്പോണൻ്റ് കോസ് കമ്പോണൻ്റ് എന്ന് ഓർക്കുക. സോ ഇത് mg കോസ് തീറ്റയാണ്. മറ്റൊരു കമ്പോണൻ്റ് തീറ്റയിൽ നിന്നും മാറി നിൽക്കുന്ന കമ്പോണൻ്റ്, അതായത് എതിർ വശത്തുള്ള കമ്പോണൻ്റാണത്. ഇവിടെയുള്ള കമ്പോണൻ്റാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡിലെ കമ്പോണൻ്റ്, അത് mg സൈൻ തീറ്റയാണ്. സോ ഇവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത് ഈ നോർമൽ റിയാക്ഷനും mg കോസ് തീറ്റയും തമ്മിലാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: നോർമൽ റിയാക്ഷൻ n ഇസ് ഈക്വൽ ടു mg കോസ് തീറ്റ. അതുപോലെ mg സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സ് ഈ വസ്തുവിനെ താഴേക്ക് വലിക്കാൻ, താഴേക്ക് നിരക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എതിർത്തുകൊണ്ടാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഈ വസ്തു താഴേക്ക് സ്ലൈഡ് ചെയ്ത് നിരങ്ങാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷമാണ്. ആ നിമിഷത്തിൽ ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമത്തിലാണ്. ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമത്തിൽ എത്തി നിൽക്കുന്നു. ഇനിയും താഴേക്ക് വലിച്ചാൽ വസ്തു താഴേക്ക് പോരും എന്നുള്ള കണ്ടീഷനാണ്. സോ ഈ കണ്ടീഷൻ നമുക്ക് എഴുതാം: താഴേക്കുള്ള ഈ ഫോഴ്സ് mg സൈൻ തീറ്റയും അതിനെ എതിർക്കുന്ന ഈ Fs മാക്സും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: Fs മാക്സ് ഇസ് ഈക്വൽ ടു mg സൈൻ തീറ്റ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു ഈ Fs മാക്സ് എന്തിനെ ആശ്രയിക്കുന്നു? നോർമൽ റിയാക്ഷനെ ആശ്രയിക്കുന്നു. ഫ്രിക്ഷൻ ലോ പ്രകാരം Fs മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് μs n എന്ന് എഴുതാം. സോ നമ്മുടെ ഇക്വേഷൻ 2 നമ്മൾ മാറ്റി എഴുതി. Fs മാക്സിൻ്റെ സ്ഥാനത്ത് μs n ഇസ് ഈക്വൽ ടു mg സൈൻ തീറ്റ. നമ്മൾ ഇക്വേഷൻ 3യെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ
ലെഫ്റ്റ് സൈഡിൽ മ്യൂ എസ് എന്നിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. മ്യൂ എസ് എന്നിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ് സൈഡിൽ എം ജി സൈൻ തീറ്റയെ എം ജി കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇടതുവശത്ത് എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് മ്യൂ എസ് ആയി കിട്ടി. റൈറ്റ് സൈഡിൽ എം ജി കട്ട് ചെയ്ത് പോയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻറ്റ് മ്യൂ എസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതായത് ഈ ഒരു ചെരിവിൽ വസ്തു നിരങ്ങി നീങ്ങാൻ തുടങ്ങുന്ന ആ ആംഗിൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് മ്യൂ എസ് കണ്ടുപിടിക്കാം. ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുക. ഈ ഒരു ചിത്രം വരയ്ക്കാൻ പഠിക്കുക. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പഠിക്കുക.